ബഹുമാനപ്പെട്ട ശിബിലി ഇമാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓരോ ദിവസവും എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശിബിലി ഇമാം. ആ ശിബിലി ഇമാം ഒരു ദിവസം അവിടുത്തെ അയൽവാസിയായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അങ്ങനെ അയൽവാസിയായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശിബിലി ഇമാം ആ മനുഷ്യനെ സ്വപ്നം കാണുകയാണ്. ആ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഖബറിലെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് വല്ല പ്രയാസവും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ശിബിലി ഇമാമിനോട് അവിടുത്തെ അയൽവാസിയായ ആ മനുഷ്യൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ വളരെ വലിയ വലിയ സങ്കീർണമായ ഘട്ടങ്ങൾ എനിക്ക് ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ആ ഘട്ടങ്ങൾ എന്നറിയോ? പല പല ചോദ്യങ്ങളും എന്നോട് ഇങ്ങനെ മലക്കുകൾ ചോദിച്ചപ്പോ അതിനൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെടുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ്, ഞാൻ ജീവിതത്തിൽ നിസ്കരിച്ചവനാണല്ലോ, നോമ്പനുഷ്ഠിച്ചവനാണല്ലോ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തവനാണല്ലോ, എന്നിട്ടും എനിക്ക് നല്ല രൂപത്തിൽ മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ. എന്തേ എനിക്ക് സംഭവിച്ചു പോയത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ആ സമയത്തതാ എന്റെയും മലക്കുകൾക്കും ഇടയിൽ ഒരു മനുഷ്യൻ, നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് ആ മനുഷ്യൻ ആ മലക്കുകളോട് പറയാനുള്ള മറുപടി മുഴുവനും എനിക്ക് ഓർമ്മപ്പെടുത്തി തരുന്നു. ഞാൻ സ്ഫുടമായ ശൈലിയിൽ മലക്കുകളോട് മറുപടി പറയുന്നു. മലക്കുകൾ എന്നെ ആശീർവദിച്ച് തിരിച്ചുപോയി. ആ സമയത്ത് ആ മനുഷ്യൻ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ ഞാൻ ചോദിച്ചു, അല്ല മനുഷ്യ, മൻ അന്ത, നിങ്ങൾ ആരാണ്? എന്തേ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താനുള്ള കാരണം? ആ മനുഷ്യൻ പറയുന്നു, ഞാൻ നിങ്ങൾ എപ്പോഴും ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാറില്ലേ, ആ സ്വലാത്തിൽ നിന്ന് എന്നെ അല്ലാഹു സൃഷ്ടിച്ചതാണ്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ആ സ്വലാത്തിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച മനുഷ്യനാണ് ഞാൻ. മുത്തുനബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ഏതൊരു മനുഷ്യനുണ്ടോ ആ മനുഷ്യന്റെ ഖബറിന്റെ ഘട്ടത്തിലും അവരുടെ മഹ്ശറിയുടെ മീസാന്റെ ഏത് ഘട്ടത്തിലും രക്ഷപ്പെടുത്താൻ പരിശുദ്ധമായ സ്വലാത്ത് ഒരു നിമിത്തമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പരമാവധി സ്വലാത്ത് ചൊല്ലിക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നമ്മളൊക്കെ വീട്ടിൽ അടുക്കള